ഇവിടെ എന്താണ് ഇരിക്കുന്നത്? താഴത്തെന്താ ഇരിക്കുന്നത്? അപ്പൊ ഇത് ഇവരെ കാണിക്കണമെന്നുള്ളത് പറയുമ്പോൾ അതിലെന്ത് അടിസ്ഥാനമാണുള്ളത്? ഇത് നമുക്കൊരാള്, നമ്മളെ ഭാവിയിൽ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ വേണ്ട കാര്യങ്ങളാണ്. പിണറായി വിജയന്റെ പോലീസുകാർക്ക് ഇപ്പൊ സിനിമയിലെ കഥ പോലെ തന്നെ ഈ നാട്ടിലുള്ള പോലീസുകാരെ കൂടെ മുഴുവൻ പോയി കിടക്കാൻ പറ്റുമോ? തുണി ഉടുക്കണം. പോലീസിന്റെ മുന്നിൽ നഗ്നതയായിട്ട് ഏത് നേരം റോട്ടിൽ കൂടി പിണറായിയുടെ പോലീസിന്റെയും പാർട്ടിക്കാരുടെ മുന്നിൽ തുണിയിലാണ്ട് നടക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് തുണി ഉടുക്കണം, ആഹാരം കഴിക്കണം. അവൻ മരിച്ച ദിവസം വന്ന് കള്ളക്കണ്ണീരിട്ടിട്ട് മന്ത്രി പോവുകയല്ലാണ്ട് അത് അന്വേഷിക്കാൻ ശ്രമിച്ചോ? ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മുഖംമൂടി അണിഞ്ഞ ചെന്നായ്ക്കളെ തോലുരിക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനത മുന്നോട്ട് വരും. പിണറായി വിജയന്റെ പാർട്ടി ഇപ്പൊ നിലനിൽക്കുന്നത് ആരുകൊണ്ടാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയാൻ പറ്റുമോ ഇതിനെയൊക്കെ? ഇത് പാർട്ടിയാണോ? ഈ കാക്കിയിട്ട പൈശാചികർ നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവൻ പിന്നെ സർവീസിൽ ഉണ്ടാകില്ലെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഉറപ്പായിട്ടും കാക്കിയിട്ടവന്റെ തല തൊപ്പി ഉണ്ടാകില്ല. അവൻ പിന്നെ സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിലും അവൻ ഉണ്ടാകില്ല. അതിരിപ്പോ ഏത് വലിയ നേതാവിന്റെ ഷൂ നക്കുന്നവനാണെങ്കിൽ പോലും. അപ്പൊ അത് ഊരി വെച്ചിട്ട് വരാൻ നേഴ്സ് പറയാണ്, BSc നേഴ്സിംഗോ GNMോ പഠിച്ച ആളുകൾ എന്നോട് പറയാണ് നിങ്ങളത് ഊരി വെച്ചിട്ട് വരാൻ. എന്നെ പുച്ഛിച്ച് തള്ളിച്ച ഓരോ മനുഷ്യരും ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നെ കളിയാക്കിയ അധ്യാപകർ, കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കം, സുരിതാദേവി അടക്കം, ഈ നാട്ടിലെ ഓരോ എന്നെ കളിയാക്കിയ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി തോഷിബ അടക്കം, ഈ പോലീസുകാരൻ മധു അടക്കമുള്ള ആളുകളുടെ മുന്നിൽ തലയുയർത്തി ഇപ്പൊ CPMനെ പരാമർശിച്ചപ്പോ 100 കൂട്ടം കോള് വരുമായിരിക്കും, കൊല്ലും എന്നും പറഞ്ഞു. ഒന്നുമില്ല. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല, ഒന്നും പേടിക്കില്ല. ഈ പരട്ടച്ചെങ്കന്റെ പോലീസുകാർ ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്. റോഡരികിൽ കൊന്നിട്ടിരിക്കുവായിരുന്നു ശാലുവിനെ. ഈ പേര് നിങ്ങൾ പുറത്ത് വിടണം. സായി ചേട്ടനാന്ന് തോന്നുന്നു പറഞ്ഞു, ദിലീപ് അഭിനയിക്കുന്ന സിനിമയില് മോൾ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല എന്നൊക്കെ എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പം അവർക്കൊക്കെ തന്നെ അറിയാം ഇതിന്റെ അകത്ത് ഉള്ളടക്കം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖല സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ സർക്കാരിനായിരിക്കും അതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കുക. കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും. വരും കാലങ്ങളിൽ അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യമില്ല. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? ഉണ്ടാവാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ ഒരാൾ വളരുമ്പോൾ ഒരാൾക്ക് അസൂയ ഉണ്ടാവാം, സ്ത്രീകൾക്കുണ്ടാകാം, അതുപോലെ പുരുഷന്മാർക്കുണ്ടാകാം. അത് ഓരോരുത്തരുടെ മൈൻഡാണ്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഫാമിലിയിൽ ജനിച്ചു വരുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് ഇപ്പൊ ഒരാൾ വളർന്ന് വലിയ നടിയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ വലിയ ലീഡറൊക്കെ ആവുമ്പോൾ പലർക്കും അത് പിടിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി സിനിമാ മേഖലയെ മാറ്റി നിർത്തി രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു ലക്ഷ്യമായി വെച്ച് നടക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടാവാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായതായി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ വന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പരാതികളായിട്ട് കേട്ടിട്ടില്ല. ഓക്കെ, ഇനി മറ്റു തൊഴിലിടങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും കിടന്നു കൊടുക്കുമ്പോൾ മാത്രം ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപലപനീയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ നമ്മുടെ മലയാളി സമൂഹം ഇങ്ങനെ ആയിപ്പോയത്? ചിലപ്പോൾ ഒരുപക്ഷെ അതിനെ ആസ്വദിച്ച് ആ ഒരു സംഭവം അതൊരു ഭ്രാന്തായി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്കായിരിക്കും ഒരു ലഹരി. നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിച്ച് കിറുങ്ങി നടക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരെ ആസ്വദിക്കുന്ന ഇതായിരിക്കും, ഇതൊരു ലഹരി ആയിരിക്കും. അതൊരു ലഹരി പോലെ ഉപയോഗിച്ച് ഓരോരുത്തർ വരുമ്പോ അത് മാറി ഉപയോഗിക്കാമെന്നുള്ളൊരു ധാരണയിലായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെ ആദ്യം എടുക്കാം. DYFI അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് വലതുപക്ഷത്തേക്ക് വന്ന ഒരാളാണ്. എന്തായിരുന്നു ആ ഒരു മാറ്റത്തിന് കാരണം? ഞാനൊരു CPM മാർക്സിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ 3ാം ക്ലാസ് മുതൽ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച് SFIയുടെയും DYFIയുടെയും മഹിളാ അസോസിയേഷൻ്റെയൊക്കെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. 8 മുതൽ 10 വരെ സ്കൂൾ ലീഡറും +1 +2 സ്കൂൾ ചെയർപേഴ്സണുമായിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു
എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് നന്ദന സുരേഷ് എന്ന് പറയുന്ന ട്രൈബായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ, അവരുടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മാരാരിക്കുളത്താണ്. കുട്ടി ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കക്കാറച്ചി വിറ്റ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ വളരെ മാതൃകപരമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ കക്കാറച്ചി വിൽക്കാൻ വന്ന സമയത്ത് അവിടുത്തെ DYFIയുടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അവളെ ആക്രമിക്കുകയും കടന്നു പിടിക്കുകയും ഡ്രസ്സ് വലിച്ചു കീറാനും അവരുടെ ജെൻഡറെ തന്നെ പരിശോധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ വീടിന് മുറ്റത്ത് വരികയും ഒരു 10-40ഓളം CPIMന്റെ പ്രവർത്തകർ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ആ കുട്ടീനെ. അപ്പൊ ഞാൻ എതിർത്തു. കാരണം രാഷ്ട്രീയം എല്ലാം ഉണ്ട്, എന്നാൽ ഒരു മനുഷ്യത്വം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെ അങ്ങനെ ആക്രമിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പ്രതികരിച്ചതിന്റെ പേരിൽ അവിടുത്തെ CPMന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു ആക്രമണമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിൽ ആ കുട്ടീനെ പീഡിപ്പിക്കുകയും തല്ലുകയും മർദ്ദിച്ചതിന് പരാതി കൊടുത്തിട്ട് പോലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. സീതാറാം യെച്ചൂരി വരെ വിഷയം ഇടപെട്ടിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല. തികച്ചും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്ന നിലപാടുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകൽ മാത്രമേ ഉള്ളൂ. ചേർത്ത് പിടിക്കലുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു കടലാസുകളിലോ അല്ലെങ്കിൽ ഒരു അലങ്കാരത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, ഹൃദയപക്ഷം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ നുണ കഥകൾ മാത്രമാണ്. അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. നന്ദന രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അവിടെ വജൈനയിലൊക്കെ ചവിട്ടി അടുത്ത് DYFIയുടെ ഗുണ്ടകൾ, ഒരു വനിത ഉഷ എന്നാണ് അവരുടെ പേര്, പേര് പറയുന്നതിൽ ഒരു മടിയില്ല. അവള് നിരന്തരമായി പണ്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട്, ട്രാൻസ് ആയതുകൊണ്ട് മാനസികമായി എന്നെ വ്യക്തിഗത ചെയ്തൊരു സ്ത്രീയാണ്. അവര് ഈ പറയുന്ന DYFI ഗുണ്ടകൾക്ക് നേതൃത്വം കൊടുത്താണ് ഈ പാവപ്പെട്ട ഒരു പെണ്ണിനെ അടിച്ച് ശരിയാക്കി അവരെ ഡ്രസ്സ് വലിച്ചു കീറാൻ ഈ കണ്ട കാവാലകന്മാർക്ക് കൂട്ടുനിന്നത്. അപ്പൊ അന്ന് ആരും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അഡ്വക്കേറ്റ് M ലിജുവിനെയൊക്കെ വിഷയം അറിയിക്കുകയും അവരുടെ ഇടപെടൽ കൊണ്ട് FIR ഇടുകയും കേസെടുക്കുകയും ചെയ്തു. നേരിന്റെ ഒരു വെളിച്ചത്തിലേക്ക് പിന്നീടുള്ള ഒരു കടക്കമായിരുന്നു. അപ്പോൾ 6 വർഷത്തിന് മേളിലായി ആ ഒരു പ്രസ്ഥാനം വിട്ടിട്ട്. കേരളത്തിലെ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി, ഉത്തരപ്പള്ളി CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഞാനും നക്ഷത്രാവി കുറുപ്പുമായിരുന്നു CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ. അന്ന് ഇടതുപക്ഷ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നക്ഷത്രയും സെക്രട്ടറി ഞാനുമായിരുന്നു. ആ കാലഘട്ടം വളരെയധികം മാനസികമായി ഒരു CPMകാരി ആയി അന്ന് പ്രവർത്തിച്ചിട്ട് പോലും എനിക്ക് സംരക്ഷണം നൽകാത്ത ഒരു പ്രസ്ഥാനം ഇപ്പോ നവോത്ഥാനം പറഞ്ഞ് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് അവിടെ രാഷ്ട്രീയം കലർത്തി അവിടെ ഈ കാണിച്ചു കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ നമ്മളെല്ലാവരും കാണുവാണ്. അതിനുശേഷം കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയായി. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയം അഡ്വക്കേറ്റ് M ലിജു ചേട്ടനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുന്നിൽ വെച്ചു. അങ്ങനെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റായി 3 വർഷക്കാലം പ്രവർത്തിച്ചു. ഈ സംസ്ഥാനത്തൊട്ടാകെ ജില്ലാ കമ്മിറ്റികളും വിവിധങ്ങളായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച് കമ്മിറ്റികൾ വിപുലീകരിക്കാൻ സാധിച്ചു. ഇന്ന് KPCC അംഗമായി വളരെ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കാൻ സാധിക്കുന്നത് പ്രസ്ഥാനം നൽകിയ ഒരു പിന്തുണയും ഒരു ആർജവുമാണ് എന്നെ ഞാനാക്കി ഈ ഒരു പൊതുസമൂഹത്തിൽ നിലനിർത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു പാർട്ടിയിൽ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം വരുന്നു, അല്ലെങ്കിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു, അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഇത് എത്തുന്നില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും മത്സരിച്ച് കാണുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് തീർത്തും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഒരു അവജ്ഞയോ അല്ലെങ്കിൽ ഒരു തഴച്ചിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. ചേർത്ത് പിടിക്കലുകൾ പറയുന്ന ഘട്ടങ്ങളിൽ പോലും ചേർത്ത് പിടിക്കലുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. കാരണം പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ വരുമ്പോൾ ഒരു മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. വരും കാലത്ത് കോൺഗ്രസ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറും. അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് സീറ്റ് നൽകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാം. ഞാൻ ഇനി പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു കുറച്ചധികം കാലം മുൻപ് തന്നെ ട്രാൻസ്ജെൻഡർ ആണെന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ് അരുണിമ സുൽഫിക്കർ എന്ന് പറയുന്നത്. അരുണിമ M കുറുപ്പെന്നാണ് ഒഫീഷ്യൽ നെയിം. ഓക്കെ, അതെങ്ങനെയാണ് പിന്നെ അരുണിമ സുൽഫിക്കർ ആയത്? എന്റെ ഒരു കാലഘട്ടം ഞാൻ ജീവിച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മനസ്സുകൊണ്ട് ഒരു സ്ത്രീയായാണ് ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ 8ാം ക്ലാസ് ആയപ്പോൾ ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി.
അതിനുശേഷം കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതുവരെ 7ാം ക്ലാസ് വരെ കെ കാമൽ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് മുഹമ്മ. അതിനുശേഷം കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരു പുരുഷന്മാരുടെ കൂടെ ഇരിക്കാനോ അവരോട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ എന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ടൊരു സ്ത്രീയാണ്. ആ പ്രായത്തിൽ ആൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആൺകുട്ടികളോട് ഇഷ്ടം. പക്ഷെ ഇത് പറയാൻ ഭയമാണ്. എങ്ങനെ ഇത് ഒരു പെണ്ണാകാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സർജറി ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ളതൊക്കെ ഞാൻ വിചാരിച്ചത് മരിച്ച ആരുടെയെങ്കിലും ഒക്കെ അവയവം നമുക്ക്, അവരുടെ ഓർഗൻസ് ആണ് നമുക്ക് എടുത്ത് വെക്കുന്നതെന്നൊക്കെയാണ് അന്നൊക്കെ, നമുക്കറിയില്ല ആ ഒരു പ്രായത്തിൽ. അതിനുശേഷം +2 കാലഘട്ടമായപ്പോൾ പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഓർത്തഡോക്സ് ഫാമിലിയാണ്, ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ ആ സമയത്ത് കുടുംബത്തിൽ വളരെയധികം വലിയ പ്രശ്നം ഉണ്ടായി തറവാട്ടിൽ. അപ്പം അങ്ങനെയാണ് സുൽഫീഖർ, എൻ്റെ സുഹൃത്തായിരുന്നു, നല്ല സുഹൃത്താണ് അവൻ. അതിനുശേഷം എൻ്റെ പാർട്ട്ണറായി. എൻ്റെ ആദ്യം എനിക്ക് ഒരു പെൺകുട്ടിയുടെ ചെരുപ്പ് വാങ്ങിത്തന്നു, ഒരു ബാഗ് വാങ്ങിത്തന്നു, ഡ്രസ്സ് മാറ്റം വന്നു, കാതുകുത്തി. അങ്ങനെ പൂർണ്ണതയിലേക്ക് മാറാൻ അവൻ്റെ ഒരു പിന്തുണയാണ്. ഇന്നിവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അവൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്നു, തിരുവനന്തപുരത്തായിരുന്നു. ശേഷം എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുടുംബവും അമ്മയും എല്ലാവരും സ്നേഹത്തോടെ വന്നു. അങ്ങനെ എൻ്റെ 2 സർജറികളും എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞു. അവൻ ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായി ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഞാൻ തന്നെയാണ്. അവന് നല്ലൊരു ഭാവിയുണ്ട്. അവൻ്റെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ്, കിളിമാനൂരാണ് വീട്, കല്ലറ. മുളമുക്കിൽ നാസില മൻസിൽ ഖമറുദ്ദീന്റെ മകനാണ് സുൽഫീഖർ. അവൻ അതിൽ പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. അപ്പം അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പോൾ ഇനി ഞാൻ ഓർത്ത് ഒരു കുട്ടിയും ഒരു കുടുംബവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ തന്നെ, എനിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം തന്നിട്ടല്ലേ പോയത്. എൻ്റെ സർജറി ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും എന്നെ സഹായിച്ചു, ചേർത്ത് പിടിച്ചു. ആ സമയത്തൊക്കെ, ആ കാലഘട്ടത്തിലൊക്കെ സമൂഹം അത്രയും പരിഹസിക്കുകയും എൻ്റെ നാട്ടിൽ നിന്നാണെങ്കിലും ശിഖണ്ഡി 9 ആണും പെണ്ണും കെട്ട് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഞാനാക്കാൻ കൂടെ നിർത്തിയ ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തി എന്നും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സങ്കടം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നു. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചു, അവൻ സുഖമായി ജീവിക്കട്ടെ, ഇന്നെന്തോ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. ഞാൻ അവന് വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട്. തിരിച്ച് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവനെയും വിളിക്കാറുണ്ട്. നല്ല സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകും. പിന്നീട് പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല? പ്രണയങ്ങളുടെ ഒന്നും കാര്യം പറയണ്ട. കാരണം എന്നെ പോലുള്ള ആൾക്കാര് പ്രണയിച്ച് പറ്റിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് അയാളുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് അവർ ചിലപ്പോൾ ഒരു ഫാസിനേഷൻ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ നേടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ പൈസയോ അത് മാത്രമേ ഉള്ളൂ. വരുന്നവരില്ലെന്നാണോ? സ്നേഹം ഉണ്ടാവാം, പക്ഷെ കുറച്ചു നാൾ നിന്നിട്ട് അവർ പിന്നീട് പോകുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് അതുകൊണ്ട് ഉള്ളിൽ ഭയമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഭയമാണ്. അപ്പൊ ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നിയിട്ടില്ലേ? പാർട്ട്ണർ നിലവിലുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മുടെ നോൺ കമ്മ്യൂണിറ്റി ട്രാൻസ്മെന്മാരെ ഞാൻ പറയുന്നില്ല, നോൺ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ടാ പോവാറ്. നമുക്ക് മനസ്സ് തന്നിട്ട് നമ്മളെ ലാസ്റ്റ് അവർക്ക് ചിലപ്പോൾ വേറെ 1, 2, 3 ഒക്കെ സൈഡിൽ കാണും. നമ്മൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഉപയോഗം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരും, പൈസ അല്ലെ മറ്റ് വേറെ എന്തെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെ മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നു. പിന്നെ എനിക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരുന്നു, നല്ലൊരു നേതാവാകണം, അഡ്വക്കേറ്റ് ആവണം, ഈ സമൂഹത്തെ പുച്ഛിച്ച് തള്ളിയ മനുഷ്യർക്കിടയിൽ തല ഉയർത്തി നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു ധാർമ്മികത ഉണ്ടായി. ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് പോലീസാണ്, മാരാരിക്കുളത്തെ. ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ഊരി നിർത്തി പരിശോധന നടത്താൻ വേണ്ടി പോലീസ് വന്നു. അത് ഈ നന്ദന സുരേഷിന്റെ വിഷയത്തിൽ കൃത്യമായും പ്രതിഷേധിച്ച സമയത്ത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെ SI മധു, ഈ പേര് നിങ്ങൾ പുറത്ത് വിടണം, മധു ഇപ്പൊ CI ആണെന്ന് തോന്നുന്നു അർത്തിങ്കൽ സ്റ്റേഷനിൽ, എന്നോട് പറഞ്ഞു, നീ ആണാണോ പെണ്ണാണോ നീ പരിശോധിക്കണം, മേളിലെന്താ സ്പോഞ്ചാണോ താഴെ വേറെ എന്തെങ്കിലും ആണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വനിതാ പോലീസ് ഈ ആളും ഒക്കെ ചേർന്ന് ദേഹപരിശോധന നടത്താൻ ശ്രമിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഇതുപോലെ തന്നെ ആലപ്പുഴയിലെ റോജ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ നഗ്നയായിട്ട് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച ഒരു പോലീസുകാരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. പോലീസ് വളരെയധികം ഇന്നും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും. നമുക്ക് സംരക്ഷണമൊന്നും പിണറായിയുടെ സർക്കാരൊന്നും തരുന്നില്ല. പിണറായിയുടെ കാക്കിയിട്ട തെമ്മാടികള് തീർത്തും തോന്നിവാസമാണ് ഞങ്ങൾക്കെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മളൊരു പരാതിയും കൊണ്ട് പോയാൽ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് ഒരു നടപടിയും തരുന്നില്ല പിണറായിയുടെ പോലീസ്. അവിടെ കളിയാക്കലാണ്. ഇവിടെ സ്റ്റേഷന്റെ പേര് ഞാൻ ഓർക്കട്ടെ, കുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു ട്രാൻസ്മെന്റിന്റെ കേസ്, ട്രാൻസ്മെൻ വേറൊരു ഫ്രണ്ടുമായിട്ട് കൂട്ടാണ്. അപ്പൊ ആ ഫ്രണ്ടിന്റെ ഭാര്യ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ കുടുംബജീവിതം തകരുന്നത് ട്രാൻസ്മെൻ കാരണമാണ്. ഈ മൂല കാരണമാണ്, ഇന്ന ആള് മൂല കാരണമാണ് ഞങ്ങളുടെ ജീവിതം തകർക്കുന്നതെന്ന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു പരാതിയുടെ പേരില് കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര് നിരന്തരമായ വ്യക്തിനെ വിളിച്ച് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ചെന്നു അവിടെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു മൂല കാരണമെന്നും പറഞ്ഞ് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യം എന്താണ്? പരാതി എന്താണ്? പരാതി പറയുന്നില്ല, പോലീസുകാർ പരാതി പറയുന്നില്ല, നമ്മുടെ മെക്കിട്ട് കയറുവാണ്. പട്ടണക്കാട് കുത്തിയതോടല്ല, പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ അവിടുത്തെ CI അടക്കം എന്നെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ്. ഇല്ലാത്ത കേസിന്റെ പേരിൽ പട്ടണക്കാടിന്റെ പോലീസുകാര് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ തുണി വരെ അഴിച്ച് പരിശോധിക്കാനാണ് പോലീസ് ഇരിക്കുന്നത്. ഇന്ന മൂല കാരണം കൊണ്ട് ഇന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന്. ഞാൻ ചോദിച്ചു എന്ത് മൂല കാരണം കാണിക്കില്ല, പരാതിയും കാണിക്കില്ല, ഒന്നും കാണിക്കില്ല. നിയമം അറിയാത്ത ആളുകളോടാണെങ്കിൽ പറയട്ടെ, നിയമം പഠിച്ച് നിയമത്തിൽ ആശ്രിതമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോടും ഇത് പഠിച്ച ആളുകളോടും എന്തിന് പോലീസ് ഈ കാണിക്കുന്നു? ഇന്ന മൂല കാരണമാണ്, ചൂടായി റേസായി, പിന്നെ അവർ വിളിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ചേർത്തല പോലീസ് സ്റ്റേഷൻ, ഏതെങ്കിലും ഒരു ക്രൈസിസ് ആയിട്ട് നമ്മൾ പോവുകയാണ്, വൃത്തികേടും അനാവശ്യമാണ് പറയുന്നത്. ഒരു ലൈംഗിക ചൊവ്വയോടെയാണ് നോക്കുന്നത്, സംസാരിക്കുന്നത്. പല ട്രാൻസ്ജെൻഡേഴ്സും വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. നീതിയില്ല. മാരാരിക്കുളത്ത് നന്ദനയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. നന്ദനയുടെ കേസ് ഇതുവരെ തേച്ചുമാച്ച് കളയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കോഴിക്കോട് വളരെ ദാരുണമായി കൊലപാതകപ്പെട്ട ശാലു ഇന്നേക്ക് 5 വർഷമായി. ഈ പരട്ടച്ചെങ്കന്റെ പോലീസുകാർ ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്. റോഡരികിൽ കൊന്നിട്ടിരിക്കുവായിരുന്നു ശാലുവിനെ. എന്താ പ്രതിനെ അറസ്റ്റ് ചെയ്യാത്തെ? ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്. ഇതിനെതിരെ പിന്നീട് സർക്കാരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ടില്ലേ? നിരന്തരമായി സമരങ്ങൾ നടത്തി, പ്രതിഷേധങ്ങൾ നടത്തി. ആ സമയത്ത് അന്വേഷണ കമ്മീഷനെയും കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് അതിനുശേഷം ഒരറിവുമില്ല. അനന്യ മരിച്ചു, എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? ഷെറിൻ മരിച്ചു. ഇതിനൊന്നും സർക്കാരിന് കൃത്യമായ ക്ലാരിറ്റിയിൽ ഒന്നും പറയാനില്ല. ഏറ്റവും കൂടുതൽ ശാലുവിന്റെ വിഷയമാണ്. ഇപ്പൊ 5 വർഷം, എനിക്ക് തോന്നുന്നു ഇപ്പൊ 5 വർഷം ആകുന്നു. എന്നിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പിണറായിയുടെ പോലീസ് മുന്നോട്ട് വരുന്നില്ല? പ്രതികളെ സംരക്ഷിക്കുവാൻ, ഞങ്ങളുടെ നഗ്നത കാണാൻ ആഗ്രഹിക്കുന്ന പോലീസിനെ സംരക്ഷിക്കുവാന് ആണ് ഈ പിണറായി വിജയനും ഇടതുപക്ഷവും മുന്നോട്ട് വരുന്നത്. ഈ നഗ്നത കാണിക്കുക എന്ന് പറയുന്നത് ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് അവരതങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ട്? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇവിടെ എന്താണ് ഇരിക്കുന്നത്? താഴത്തെന്തായിരിക്കുന്നത്? ഞാൻ ഒരു സർജറി ചെയ്ത് എനിക്ക് സ്ത്രീക്കുള്ള അവയവം തന്നെയാണ് എനിക്ക് ഉള്ളത്. അപ്പൊ ഇത് ഇവരെ കാണിക്കണമെന്നുള്ളത് പറയുമ്പോൾ അതിലെന്ത് അടിസ്ഥാനമാണുള്ളത്? ഇത് നമുക്കൊരാള്, നമ്മളെ ഭാവിയിൽ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ വേണ്ട കാര്യങ്ങളാണ്. അത് നാട്ടിലുള്ള പിണറായി വിജയന്റെ പോലീസുകാർക്ക് ഇപ്പൊ സിനിമയിലെ കഥ പോലെ തന്നെ ഈ നാട്ടിലുള്ള പോലീസുകാരെ കൂടെ മുഴുവൻ പോയി കിടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ റോട്ടിൽ പല ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്നുണ്ട്. ഈ നവോദനം പറയുന്ന പിണറായി വിജയന്റെ സ്വപ്ന സുരേഷിനെ മാത്രം സംരക്ഷിക്കുന്ന കള്ളക്കടത്തും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ സ്വപ്നയ്ക്കും ലീലാമണികൾക്കും ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം സംരക്ഷണം മതിയോ? ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട്. എന്താണത്? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആ ഒരു പോളിസി വന്നത്. അതിനുശേഷം എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡും ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡും ഉണ്ട്. എന്തെങ്കിലും ഒരു വിലയുണ്ടോ? എന്തെങ്കിലും ഒരു പവർ ഉണ്ടോ? വെറുതെ കുറെ കോമാളികളെ പോലെ കഴുത്തിൽ ഒരു ടാഗ് വിട്ട് ഒരു പാവയ്ക്ക് കീ കൊടുക്കുമ്പോൾ ഡോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് തുള്ളി നടക്കുന്ന ഒരു ഡോളാണ് ഈ പറയുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാരും ഈ പറയുന്ന ആളുകളും. നാളെ എനിക്കെതിരെ വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. അല്ലാണ്ട് എന്താ ചെയ്യുന്നത് ഇവിടെ? എന്ത് സുരക്ഷിതത്വമാണുള്ളത്? മെട്രോയിൽ ജോലി കൊടുത്തു രാഗരഞ്ജിനീനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. എത്ര രൂപയുണ്ട് ശമ്പളം? 10,000 രൂപ തികച്ചു കൊടുക്കുമോ? എത്ര പേര് തൊഴിലിടത്തിൽ കയറി? എന്നിട്ട് എത്ര പേര് അവിടെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്? ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ 50,000 ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ചാൽ നിങ്ങളുടെ ഇന്ന് 20,000 അഡ്വാൻസ് വാങ്ങിക്കുള്ളൂ. അതിന് വാടക കൊടുക്കണം, സർജറിക്ക് പൈസ വേണം, ഭക്ഷണം കഴിക്കണം, തുണി ഉടുക്കണം. പോലീസിന്റെ മുന്നിൽ നഗ്നതയായിട്ട് ഏത് നേരം റോട്ടിൽ കൂടി പിണറായിയുടെ പോലീസിന്റെയും പാർട്ടിക്കാരുടെ മുന്നിൽ തുണിയിലാണ്ട് നടക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് തുണി ഉടുക്കണം, ആഹാരം കഴിക്കണം. അപ്പൊ ഇതിനൊക്കെ പൈസ കണ്ടെത്തണ്ടേ?
നിങ്ങളെല്ലാവരും കാണുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും രാത്രികാലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും സെക്സ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് എനിക്ക് സെക്സ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, എതിർക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും പിണറായിയുടെ സർക്കാർ ജോലി നൽകുന്നില്ല, സംവരണം കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് അടിയന്തരമായി വേണ്ടത് പോലീസ് സേനയിലേക്കുള്ള ആളുകളെ ഉൾപ്പെടുത്തലാണ്. എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? എന്ത് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എന്ത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? സർജറിക്ക് ശേഷം കുറച്ച് ഫണ്ട് കൊടുക്കുന്നതാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ആള് ചത്തതിന് ശേഷം അവർക്ക് കുറച്ച് ദിവസം അതിനുവേണ്ടി കണ്ണീരിട്ട് മന്ത്രി ഉൾപ്പെടെ ബിന്ദു ഉൾപ്പെടെ ആ തൃശ്ശൂര് മരിച്ച ട്രാൻസ്മെൻ അവൻ വളരെ നല്ലൊരു ബോഡി ബിൽഡർ ആയിരുന്നു, പ്രവീൺ. അവൻ മരിച്ച ദിവസം വന്ന് കള്ളക്കണ്ണീരിട്ടിട്ട് മന്ത്രി പോവുകയല്ലാണ്ട് അത് അന്വേഷിക്കാൻ ശ്രമിച്ചോ? അപ്പൊ ഇതാണ് കേരളത്തിലെ അവസ്ഥ. കേരളം നശിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാ മേഖലകളിലും കേരളം അധപ്പതിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊരു മാറ്റം, എന്തായാലും അടിയന്തരമായ ഒരു മാറ്റം ഇവിടെ വേണ്ടതാണ്. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അരുണിമ സുൽഫിക്കർ മുന്നോട്ട് വയ്ക്കുന്നത്? വരും കാലത്ത് ജനങ്ങൾ മറുപടി കൊടുത്തോളും. നമ്മളല്ല കൊടുക്കണത്, ജനങ്ങൾ വോട്ടിലൂടെ മറുപടി കൊടുക്കും. ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മുഖംമൂടി അണിഞ്ഞ ചെന്നായ്ക്കളെ തോലുരിക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനത മുന്നോട്ട് വരും. പട്ടിണി പാവങ്ങളുടെ ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട കുറേ അധികം, ഇവിടെ എല്ലാവരും അംബാനിമാരാണോ ജീവിക്കുന്നത്? പട്ടിണി പാവങ്ങളാണ് ജീവിക്കുന്നത്. ഈ എല്ലാ മേഖലകളിലും, തൊഴിലുറപ്പിൽ പോലും കുടുംബശ്രീയിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഇടതുപക്ഷത്തിന്റെ നാറിയ വ്യവസ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങൾ എല്ലാവരും ബോധവും വിവരവുമുള്ള ആളുകളാണ്. വിദ്യാഭ്യാസത്തിൽ പുറകുള്ള ആളുകൾ ഉണ്ടാകാം, എന്നാൽ കൃത്യമായിട്ടും ആർജവമുള്ള, കൃത്യമായിട്ടും മാനസികമായി എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കാൻ സാധിക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പാർട്ടി ഇപ്പൊ നിലനിൽക്കുന്നത് ആരുകൊണ്ടാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയാൻ പറ്റുമോ ഇതിനെയൊക്കെ? ഇത് പാർട്ടിയാണോ? എന്തോ ഒരു സംഘടന. ഈ സംഘടന നിലനിന്ന് പോകുന്നത് കോൺഗ്രസിന്റെ ഒരു അവതാരം കൊണ്ട് തന്നെയാണ്. മറിച്ച് ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയമന്യേ എല്ലാ മനുഷ്യരും വോട്ട് ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരണകാലത്തിലെത്തും. നല്ലൊരു മുഖ്യമന്ത്രിയും നല്ലൊരു ഭരണകർത്താക്കൾ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാടിനെ രക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അതുപോലെ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് പറയാനുള്ളത്, നാളെ UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ കാക്കിയിട്ട പൈശാചികർ നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവൻ പിന്നെ സർവീസിൽ ഉണ്ടാകില്ലെന്നുള്ളത് ഞാൻ ഉറപ്പു തരികയാണ്. കാരണം ഉറപ്പായിട്ടും കാക്കിയിട്ടവന്റെ തലേ തൊപ്പി ഉണ്ടാകില്ല. അവൻ പിന്നെ സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിലും അവൻ ഉണ്ടാകില്ല. അതിനിപ്പോ ഏത് വലിയ നേതാവിന്റെ ഷൂ നക്കുന്നവനാണെങ്കിൽ പോലും അവന് ഈ ട്രാൻസ്ജെൻഡറിന് നേരെ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനുണ്ടാകില്ല. ഇവിടെ കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷൻ രൂപീകരിക്കും, ക്ഷേമ ബോർഡ് രൂപീകരിക്കും, 24/7 ഹെൽപ്പ് ലൈൻ സ്ഥാപിക്കും, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ 3 ഞങ്ങളുടെ ആഗ്രഹമാണ്. ഒന്ന് തിരുവനന്തപുരത്തും, ഒന്ന് എറണാകുളത്തും, ഒന്ന് കണ്ണൂരുമായി 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സ്ഥാപിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് പലപ്പോഴും അതെല്ലാം സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു കാലഘട്ടമാണ്. അവരിതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ല. കുറെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇത്രയും അവയർനെസ് ക്ലാസ് ഞാൻ ഉൾപ്പെടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പോലീസിനും ഡോക്ടേഴ്സിനും കൊടുത്തിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ, ഈ ചേർത്തല ആശുപത്രി പോകാറുണ്ട്, എന്നെ കണ്ട ഒരു പക്ഷേ മനസ്സിലാവില്ല. പക്ഷെ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുതെന്നല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് മറ്റുള്ള സ്റ്റാഫിനോട് പറഞ്ഞ് നമ്മളെ വന്ന് കൊച്ചാക്കുകയും കൊഞ്ഞണം കുത്തുകയും കളിയാക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ ചെയ്തിട്ടുള്ളത്. എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. എന്റെ നേരെ കൈ ഉയർത്തി വന്നിട്ടുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി. നേഴ്സുമാരാണെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നഴ്സിംഗ് സൂപ്പർവൈസറിനോട് പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ സർക്കാർ ആശുപത്രിയാണ്, 10 രൂപ ചീട്ടിന് കൊടുക്കണം. എന്തിനാ 10 രൂപ? 10 രൂപ എടുക്കാനില്ലാത്ത ആളുകൾ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. 10 രൂപ എടുക്കാനില്ലാത്ത ആളുകൾ ചാകാൻ കിടക്കുമ്പോഴും പിണറായി വിജയന് കാശ് മേടിക്കണം.
അപ്പൊ പിന്നെ ധർമാശുപത്രി എന്ന് മാറ്റിക്കൊണ്ട് പിണറായി വിജയന്റെ അല്ലെങ്കിൽ CPM-ന്റെ സഹകരണ ആശുപത്രി എന്ന് പേരിട്ടാ പോരെ? ഇത് പിണറായി വിജയൻ സർക്കാരിന് മുൻപും ഉണ്ടല്ലോ. സർക്കാർ എത്ര രൂപയായിരുന്നു ഷീട്ടിന്? അത് കാലം മാറുന്നതിനനുസരിച്ച് പൈസ ഒരിക്കലും ചെയ്യരുത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ സർക്കാർ ഒരിക്കലും UDF സർക്കാർ ചെയ്യില്ല. കാരണം ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. ചിരിക്കാൻ വേണ്ടി പറയല്ല. 10 രൂപ ചീട്ട് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. 10 രൂപ എടുക്കാനില്ലാത്ത ആളുകൾ വരും. ഞങ്ങൾക്ക് എല്ലാ ചികിത്സയും ഫ്രീ ആണെന്ന് പറയുന്നു. എക്സ്റേ എടുക്കാൻ കാശ് കൊടുക്കണം, ECG എടുക്കാൻ കാശ് കൊടുക്കണം, സ്കാനിങ് എടുക്കാൻ കാശ് കൊടുക്കണം. ഇതൊക്കെയല്ലേ? CT സ്കാൻ ചെയ്യാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് പോയി. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു സിലിക്കൺ ആണ് ഇംപ്ലാന്റ്, എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ. അപ്പൊ അത് ഊരി വെച്ചിട്ട് വരാൻ നേഴ്സ് പറയാണ്. BSc നഴ്സിംഗോ GNMോ പഠിച്ച ആളുകൾ എന്നോട് പറയാണ് നിങ്ങളത് ഊരി വെച്ചിട്ട് വരാൻ. സർജറി ചെയ്ത് ഞാൻ ഇനി ഇത് എടുത്ത് കളഞ്ഞിട്ട് വേണോ സ്കാൻ ചെയ്യാൻ ചെല്ലാൻ? ഞാൻ സ്കാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കും. ഒരു സ്കൂളിൽ കൃത്യമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സ്കൂളുകളിലും, അൺഎയ്ഡഡ് സ്കൂളുകളാണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിലും കൃത്യമായി ഒരു ചാപ്റ്റർ on the basis of the 8th standard onwards we will give a portion for trans community. What is trans community and what all are the problems this society is facing? We will discuss or study in detail examination. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ താഴെ തട്ട് മുതൽ കൊണ്ടുവരും. ഇപ്പൊ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള മനുഷ്യർ ഈ സമൂഹത്തിൽ അനുഭവിച്ച ദുരന്തങ്ങളും അവരെന്തിന് ത്യാഗം അനുസരിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ പേരിനും പ്രകർഷത്തിനും വേണ്ടി പൈസ കട്ടുമുടിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള കലോത്സവങ്ങൾ നടത്തി വെറുതെ കോമാളിയാക്കി മന്ത്രിക്കും മറ്റുള്ള ആളുകൾക്കും അതിൽ നിന്ന് കൈയിട്ട് വാരി തിന്നാനുള്ള പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്തായാലും വലിയ വാഗ്ദാനങ്ങളാണ്, നടക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. എന്താണ് അരുണിമ സുൽഫിക്കറിന്റെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൈഫ് ഗോൾ എന്ന് പറയുന്നത് നല്ലൊരു പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളതാണ്, നല്ലൊരു ക്രിമിനൽ ലോയർ ആവുക എന്നുള്ളതാണ്. കാരണം ഈ സമൂഹത്ത് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ വളരെ പ്രയാസത്തിലാണ് കടന്നു വരുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ എന്നെ പോലുള്ള ആളുകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ ചേർത്ത് പിടിച്ച് എല്ലാവരും മനുഷ്യരാണ്, തുല്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കണം. എന്നെ പുച്ഛിച്ച് തള്ളിച്ച ഓരോ മനുഷ്യരും ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നെ കളിയാക്കിയ അധ്യാപകർ, കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കം, സുരിതാദേവി അടക്കം, ഈ നാട്ടിലെ ഓരോ എന്നെ കളിയാക്കിയ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തോഷിബ അടക്കം, ഈ പോലീസുകാരൻ മധു അടക്കമുള്ള ആളുകളുടെ മുന്നിൽ തലയുയർത്തി അവരെ മുട്ടുകുത്തിച്ച് അവരെ കൊണ്ട് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ എന്നെ അംഗീകരിച്ച് ബഹുമാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നുള്ള എല്ലാ പരിശ്രമവും ഇനിയും മുന്നോട്ടുള്ള എല്ലാ കാലത്തും ഉണ്ടാവും. അതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി എയിം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം, ഇപ്പൊ CPM-നെ പരാമർശിച്ചപ്പോൾ 100 കൂട്ടം കോള് വരുമായിരിക്കും, കൊല്ലും എന്ന് പറഞ്ഞു. ഒന്നുമില്ല, അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല. ഒരു പേടിക്കില്ല. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം നമുക്ക് വാക്ക് നൽകിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകാമെന്നുള്ളത്. എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ പരമാവധി പ്രയത്നിക്കും. കെട്ടിയറക്കലുകളൊന്നും കോൺഗ്രസിന്റെ അകത്ത് ഇനി നടക്കില്ല. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ മുഖ്യധാരയിലേക്ക് അവർ അർഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ പാർട്ടിക്കും ഇപ്പോൾ ഉള്ള നേതൃത്വത്തിനും കഴിയുമെന്ന് മാത്രം. ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ഈ രാഷ്ട്രീയത്തിലും ഈ സ്ത്രീകളുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അവരുടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ബാധിക്കുന്ന കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാകാം, ചിലപ്പോൾ ഒരു കഴിവുമില്ലാത്ത ആളുകളൊക്കെ തലപ്പക്കുമ്പത്തൊക്കെ ഇരിപ്പുന്നുണ്ടാവാം. പക്ഷെ ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനത് കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒന്നും അല്ലാതിരുന്ന ആൾക്കാർ ഇതുകൊണ്ട് മാത്രം ഉയർന്നു വന്നത് കണ്ടിട്ടില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനത്തെ ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണ് 100-ൽ 99%. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്ന നേതാക്കളാ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും മുല്ലപ്പള്ളി ആണെങ്കിലും സുധാകരനാണെങ്കിലും VD ആണെങ്കിലും ഒക്കെ സ്ത്രീകളെ, അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യർക്കിടയിൽ ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇതിന്റെ പേരിൽ തഴയപ്പെടാതിരിക്കട്ടെ ഇനിയുള്ള സ്ത്രീകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ലൈംഗികപരമായ കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്തുകൊണ്ട് ആരെയും ഉയർത്തിക്കൊണ്ടുവരാതിരിക്കട്ടെ. നോ പറയുക. നമ്മൾ ഡിസേർവ്ഡ് ആണെങ്കിൽ എന്നാണെങ്കിലും നമുക്ക് കിട്ടും.
ഇന്ദിരാഗാന്ധി നോ പറയാൻ പഠിപ്പിച്ചവർ തന്നെ നോ പറയാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടു. അതെന്തുകൊണ്ടാണ്? അവർക്ക് അന്ന് ഭയമായിരുന്നു. അവർ ഭയം തന്നെയാണ് എല്ലാവർക്കും. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ കുറച്ചുകൂടെ എല്ലാ കാര്യത്തിലും കാലിബർ ഉള്ളവരും എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന തലമുറയിലെ സ്ത്രീകൾ ഒരിക്കലും എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും കൂടെ നിൽക്കാതെ പ്രതികരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അടിച്ചമർത്തിയവർക്കെല്ലാം മറുപടികൾ നൽകുക. താങ്ക് യു.